പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഥ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഥ വേറെ ആരുടെയുമല്ല, ഞങ്ങളുടെ കഥ, ഞങ്ങളുടെ സ്വന്തം കഥയാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു വട്ടക്കാടിനും മുഴപ്പിലങ്ങാടിനും സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ജന്മദേശം തലശ്ശേരി ടൗണിൻ്റെ ഒരു ഓരം എന്ന് വെച്ചാൽ ടൗൺ സെൻറ്റർ. ഇപ്പോൾ പണ്ട് ഞങ്ങളുടെ വീടുണ്ടായിരിക്കുന്ന സ്ഥലത്ത് ഒരു കേന്ദ്രബിന്ദുവായി വെച്ചാൽ ആ തലശ്ശേരി നാട് മുഴുവൻ അതിൽ പെടും. അപ്പോൾ ഒരു സെൻറ്ററായിട്ട് വരും. അത് കൈവിട്ടുപോയി. അപ്പോൾ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഓർമ്മ വെച്ചാൽ നാൾ മുതലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആധികാരികമായി പറയാൻ പറ്റും. ഞങ്ങൾ ജനിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളത്, ഞങ്ങളുടെ വീട് ആദ്യം എന്താണെന്ന് പറയാം, ഒരു തലശ്ശേരി കൂടാരപ്പുര എന്ന് പറയും, അവിടെയുള്ള ഒരു വീടാണ്. കൂടാരപ്പുര റോഡ് പണ്ടത്തെ കാലത്തെ ചെറിയ ലോറികളൊക്കെ പോയിരുന്ന റോഡാണ്. തൊട്ട് നമ്മുടെ തന്നെ എൻ്റെ വീടിനെ തൊട്ടിട്ട് അത് നമ്മുടെ സ്വന്തമായിരുന്നു. തൊട്ടിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ ഒരു ബീഡി കമ്പനിയുടെ ഗോഡൗൺ ഡിപ്പോ ആയിരുന്നു. പിന്നെ നമ്മളുടെ വീട്, രണ്ടും കോമ്പൗണ്ടുകളൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ അച്ഛൻ തമിഴ്നാട്ടിൽ ബിസിനസ്സാണ്, അമ്മ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അമ്മ ഒരു അമ്മയുണ്ടാവും. പക്ഷെ നമ്മൾക്ക് 4 അമ്മമാരുണ്ട്. 2 അമ്മമാർ ജീവിച്ചിരിക്കുന്നതും 2 അമ്മമാർ ഓർമ്മയായിപ്പോയതും ആണ്. അത് ഓർമ്മയായിപ്പോയതിൽ ഒരമ്മയാണ് എൻ്റെ യഥാർത്ഥ അമ്മ. അവരുടെ പേര് കമലാക്ഷി എന്നോ കമലാബായി എന്നോ എന്തോ ആണ്. അവരുടെ അമ്മയുടെ ഫോട്ടോ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊന്നും സൂക്ഷിക്കാനുള്ളത് വകയില്ലാത്തതുകൊണ്ട് അതൊക്കെ നശിച്ചു പോയി. അങ്ങനെയാണ് തലശ്ശേരി ടൗണിൽ. അപ്പം ഞങ്ങൾ ശേഷിക്കുന്നത് 3 പേർ. ആ വകയിൽ അച്ഛൻ്റെ വകയിൽ ജീവിക്കുന്നത് 3 പേരാണ്. ഞാൻ, എൻ്റെ ഏട്ടൻ, അനുജൻ. അപ്പോൾ നമ്മൾ കളിച്ച് വളർന്നതിൻ്റെ ഓർമ്മയിലാണ് ഈ കഥ തുടങ്ങുന്നത്. എൻ്റെ ഏട്ടൻ്റെ പേര് ശിവരാമകൃഷ്ണൻ, എൻ്റെ പേര് ശശിധരൻ, അനുജൻ്റെ പേര് ശാന്തകുമാർ. അതിലിപ്പോൾ ഞാനും അനുജനും മാത്രമേ ഇപ്പോൾ പ്രത്യക്ഷത്തിലുള്ളൂ. ഏട്ടൻ നാട് വിട്ടു പോയതാണ്. ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ബീഡി കമ്പനിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുൻപേ ഒരു ഫിഷറീസ് കമ്പനിക്ക് ആയിരുന്നു. ഫിഷറീസിൻ്റെ ഒരു ആയിരുന്നു, സ്ഥാപനമായിരുന്നു, ഗവൺമെൻറ് സ്ഥാപനമായിരുന്നു. അതിൽ മുന്നേ ഓയിൽ മിൽ നടത്തിയൊരു സ്ഥാപനമായിരുന്നു. തലശ്ശേരിയിലെ ഒരേ ഒരു ഓയിൽ മിൽ. അന്ന് കറണ്ട് വരെ ഇല്ലാത്ത സമയത്ത് ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഓയിൽ മിൽ നടത്തിയിരുന്നത്. ഓയിൽ മില്ലിൻ്റെ പേരെന്താ, തെളിച്ചെറി ഓയിൽ മില്ല എന്നായിരുന്നു പേർ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ കണ്ടാണ് വളരുന്നത്. അവിടെ ഓയിൽ മില്ലിനെ തൊട്ടിട്ട് ഈ വീടിനും ബിൽഡിങ്ങിനും ബിൽഡിങ്ങിന് തൊട്ടിട്ട് തന്നെ ഒരു കിണറുണ്ട്. 2 കിണറുണ്ട് ആ കോമ്പൗണ്ടിൽ. ആ കിണറോട് തൊട്ടിട്ട് ഒരു സീറ്റ്, നമ്മൾ വൈകുന്നേരം പോയാൽ അവിടെ ഇരിക്കും. ആ സീറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ഓയിൽ മില്ലിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ ഫൗണ്ടേഷനാണ്. അവിടെ നമ്മൾ വൈകുന്നേരം ആയാൽ അവിടെ പോയിരിക്കും. അതാണ് നമ്മൾ മല്ലിശ്ശേരി പീടി എന്ന പീടിക്കാണ് ഞങ്ങളുടെ ഓർമ്മയിൽ വാടകയ്ക്ക് കൊടുത്തിരുന്നത്. പിന്നെ അതൊന്നും ഇപ്പോൾ നമ്മുടെ കൈവശമില്ല. അതൊക്കെ പല കാരണങ്ങളാൽ വിൽക്കേണ്ടി വന്നു. അമ്മ മരിച്ചു. പിന്നെ അച്ഛൻ്റെ വേറെ കല്യാണം കഴിച്ചു. അവിടെ 2 മക്കളുണ്ട്. അതിൽ ഡോക്ടറും കാര്യമൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ അവരുടെ കാര്യമൊന്നും അറിയില്ല, അവരെ കണ്ടിട്ട് തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാളെ പറ്റി എന്തോ പറയുമ്പോൾ നമുക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു ഇമാജിനേഷൻ മാത്രമേ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാപനത്തെ പറ്റിയും ഇപ്പോൾ അവർക്കുണ്ടായിരുന്ന 2 മക്കളെ പറ്റിയും ഓർമ്മയുള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അങ്ങോട്ട് പോയാൽ നമ്മുടെ തമിഴ്നാടാണ്, തടി കിട്ടില്ല എന്ന ഒരു ചിന്തയാണ്. കാരണം ഏട്ടൻ പോയിരുന്നു അച്ഛനെ കാണാൻ. പിന്നെ ഏട്ടന് പല വിഷമങ്ങളും പറ്റി ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയി. എന്താ പറ്റിയെന്നറിയില്ല. അവർ അച്ഛൻ തന്നെ, ആൾക്കാർ തന്നെ പല കൈവശം കൊടുത്തോ ഒന്നും അറിയില്ല. ഇങ്ങനെയല്ലാണ്. അപ്പോൾ
ഈ ഈ കഥയുടെ പേര് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ കഥയും നിങ്ങളുടെ കഥയും. നിങ്ങളുടെ കഥ, കാരണം ഇന്ന് എൻ്റെ കഥ, നാളെ അത് നിങ്ങളുടെ കഥയായിരിക്കാം. അപ്പോൾ ഒരാൾക്ക് ഏറ്റവും വലുത് അവൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു 4 അമ്മമാരുണ്ട്. 4 അമ്മമാരിൽ 2 അമ്മമാരാണ് നമ്മളെ നോക്കുന്നത്. ആദ്യം എൻ്റെ ചെറുപ്പത്തിൽ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ചുമലത്തിട്ട് ഇങ്ങനെ പഠിക്കുന്ന ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. അത് എൻ്റെ മൂത്തമ്മയായിരുന്നു, രാധാബായി എന്താ ചേർക്കുന്നത് അറിയില്ല. നമ്മളും സാധാരണ ബായി മാറുന്നില്ല, എന്തുകൊണ്ടാണെന്നൊരു ബായി ചേർക്കുന്നുണ്ട് രാധാബായിക്ക്. അതേപോലെ എൻ്റെ അമ്മേൻ്റെ പേര് കമലാബായി എന്ന്. പിന്നെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്, പ്രധാനമായി നോക്കിയിരുന്നത് രോഹിണി അമ്മ. നമ്മളെല്ലാവരും പറയുക രോഹിണി അമ്മ, കമലമ്മ. പിന്നെ അമ്മയുടെ എല്ലാവരും മൂത്ത ഒരു ജ്യേഷ്ഠ ഇക്കമ്മ എന്നാ പറയുക. ഇക്കമ്മ എന്ന് വെച്ചാൽ അവരുടെ പേര് ജാനകി എന്നോ മാധവി എന്നോ ആയിരുന്നു. അവരുടെ ഭർത്താവ് മുകുന്ദേട്ടനാണ് എല്ലാം. നമ്മുടെ നല്ലൊരു അളിയനായിരുന്നു. അദ്ദേഹം വാങ്ങിയതാണ് വീട് എന്നാണ് പറയപ്പെടുന്നത്. തലശ്ശേരി ടൗണിലുണ്ടായിരുന്ന വീട്. അത് ഞങ്ങൾക്കെല്ലാം വന്നു ചേർന്നു. അത് വഴിക്ക് അങ്ങനെ പോയി അച്ഛനമ്മയും പിന്നീട് അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും തമ്മിലൊരു നിയമയുദ്ധം നടന്നു. ഇതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. തലശ്ശേരി ടൗണിൽ തന്നെയാണ്. ടൗണിൽ വാദ്യാർ എന്ന് പറയാം, പണ്ടത്തെ പ്രമുഖ വാദ്യാർ വീട്. നമ്മുടെ അയൽപ്പക്കക്കാർ അവരൊക്കെയായിരുന്നു. എൽ.എ. റാവു, പിന്നെ വാദ്യാർ, പിന്നെ കൃഷ്ണപ്പൈ, ഇതെല്ലാം പണ്ടത്തെ പ്രമുഖ. ഇപ്പം എൽ.എ. റാവു ഇപ്പോഴും അവരുടെ ബിസിനസ്സൊക്കെ തുടരുന്നുണ്ട്. കൃഷ്ണപ്പൈ എന്താണ് അറിയില്ല. കൃഷ്ണപ്പൈയുടെ അന്നത്തെ കച്ചവടം എന്താണെന്ന് പടച്ചവനില്ലാത്ത ചെട്ടിയെന്നാണ് അവരുടെ മുൻ അവരെ പറയും. പടച്ചവൻ, അത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ അധികം മുസ്ലിം ഏരിയയാണ്. നമ്മൾ ഇതിന് മാത്രമേ നമ്മളുള്ളൂ. പിന്നെ ഉള്ളത് സാരസ്വത് ബ്രാഹ്മണർ ചെട്ടികളെന്ന് നമ്മൾ പറയും. 2 വിധം ചെട്ടികൾ ഉണ്ടായിരുന്നു അന്ന്. ചെട്ടികൾ എന്ന് വെച്ചാൽ ഒന്ന് സാരസ്വത് ബ്രാഹ്മണർ എന്ന ഇത്, പിന്നെ ഈ പപ്പളമുണ്ടാക്കുന്നവരുടെ അങ്ങനെ 2 വിധം ചെട്ടിമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവരുടെ തലമുറകളിൽ ഇപ്പോൾ തലശ്ശേരി ടൗണിലുണ്ട്. അങ്ങനെയുള്ളത് സാരസ്വത് ബ്രാഹ്മണരാണ്. പിന്നെ നമ്മുടെ പടിഞ്ഞാറ് വശം മുഴുവനും മുസ്ലിം ഏരിയയാണ്. പിന്നെ ഒരു ഗോവലൻ മേസ്ത്രിയുണ്ട്. മുനിസിപ്പൽ ഓഫീസിൽ ജോലിയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിം സഹോദരന്മാരാണ്. എൻ്റെ ഓർമ്മയിൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ തലശ്ശേരിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മുടെ വീട് വിൽക്കേണ്ടി വന്നു. എന്താണ് അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. ആ വീട് അന്നത്തെ കാലത്ത് ചെറിയ ആയിരങ്ങളാണ്. ഇന്നാണെങ്കിൽ ലക്ഷങ്ങളോ കോടികളായിരിക്കും സ്ഥലത്തിന് മാത്രം. അന്ന് ആയിരങ്ങൾക്കാണ് വിറ്റത്. അത്രയുമാണ് പറയാനുള്ളത്. കഥ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്കൂളിൽ അരിയിൽ എഴുതിച്ച ദിവസം വരെ ഓർമ്മയുണ്ട്. 1ാം ക്ലാസ്സിൽ ആദ്യമായി തലശ്ശേരി സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിലാണ് ഞാനും എൻ്റെ ഏട്ടനൊക്കെ പഠിച്ചത്. അനുജൻ എവിടെയാണ് പഠിച്ചതെന്ന് നല്ല ഓർമ്മയില്ല. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇതേപോലത്തെ പ്രമുഖ സ്കൂളുകളിൽ ഒരു ആൾ കയറിയാൽ പിന്നെ അതിങ്ങനെ തലമുറയെ ബേക്കോട്ടങ്ങ് വന്നോളൂ, അങ്ങനെയാണ് കണ്ടുവന്നത്. അപ്പോൾ അന്ന് വലിയ ഈ കോൺവെൻറ്റിൽ പിന്നെ വക്കീലുമാർ, ഡോക്ടർമാർ, അവരുടെ വീടെല്ലാം മക്കളാണ്, വലിയ വലിയ പ്രമുഖന്മാരുടെ മക്കളാണ് പഠിച്ചിരുന്നത്. നമ്മളും ആ കൂട്ടത്തിൽ ഇങ്ങനെ പോയി. പക്ഷെ നമ്മളും ആദ്യമെല്ലാം രാജകീയമായ നിലയിൽ തന്നെയാണ് പോയിരുന്നത്. പോകുമ്പോൾ റിക്ഷ കൈകൊണ്ട് വലിക്കുന്ന റിക്ഷയിലാണ് ആദ്യത്തെ 2 or 3 കൊല്ലം പോയിരുന്നത്. പിന്നെ നമ്മൾ സെൻറ്റ് ജോസഫിൽ ചേർന്നപ്പോൾ 3ാം ക്ലാസ് വരെയാണ് സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ്. അതിപ്പോഴുണ്ട്. എൻ്റെ മകൾ അവിടെ താൽക്കാലികമായി പഠിപ്പിക്കുന്നുണ്ട്, സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ്. അപ്പം അങ്ങനെയെല്ലാം ഉള്ളത്. പിന്നെ കഥ ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗം പറയുന്നതാണ്. ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ കഥ നിങ്ങളുടെയും എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കഥ തുടരുന്നതാണ്. പിന്നെ കൂടെ പാട്ടുകളും. സാധാരണ ഞാൻ ശശിധരൻ എന്ന എൻ്റെ ചാനലിൻ്റെ പേര്.
പാട്ടും ഉണ്ട്. അപ്പോൾ അത് ഒരു പാട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വരുന്നേ ഉള്ളൂ. അതിപ്പോഴേ പറഞ്ഞാൽ അതിൻ്റെ എല്ലാം പോയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ദൈവത്തിന് എല്ലാത്തിനും ഒരു കളിയുണ്ട്. നമ്മൾ ദൈവത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മൂപ്പർ നമ്മളെ ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ദൈവത്തിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണം, എങ്കിൽ ദൈവം നമ്മളെയും കൈവെള്ളയിൽ കൊണ്ട് നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയെ നേരത്തെ തമിഴ്നാട്ടിലൊരു കോളറയിലപ്പെട്ടാണ് എൻ്റെ അമ്മയും 2 സഹോദരിമാരും മരിച്ചത്. കോളറ. അമ്മ മരിച്ചത് വഴിക്കാണ്. തമിഴ്നാട്ടിലെ ധാരാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, വണ്ടിയിൽ വരുമ്പോൾ തൃശ്ശൂർ വെച്ചാണ് അമ്മക്ക് രോഗം കലശലായതും പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ വെച്ച് മരിക്കുന്നതും. പിന്നെ ബോഡിയാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്. ഒന്നും നമുക്കൊന്നും ഓർമ്മയൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ മൂത്തമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉള്ളത്. പിന്നെ ഇനി പറയാൻ കഥ തുടരണമേ വേണ്ടിയവെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ വ്യൂവേഴ്സിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഞാനിനി കഥ തുടങ്ങുന്നത്. അല്ലെങ്കിൽ പഴയ പോലെ തന്നെ പാട്ട് മാത്രം പാടി അങ്ങനെ മുന്നോട്ട് പോകാനാണ്, എൻ്റെ ചാനലിനെ നിലനിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഒന്നും ഒളിച്ചു വെക്കാനുള്ള ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ കഥ വീണ്ടും തുടരുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സ്, എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ വ്യൂവേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത് ആദ്യത്തെ 1ാം ഭാഗമാണ്. 2ാം ഭാഗം വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം പല ട്വിസ്റ്റുകളുള്ളൊരു ജീവിതമാണ്. കോടതിയുണ്ട്, ഉണ്ട്, ഒളിച്ചോട്ടമുണ്ട്, പിന്നെ വീണ്ടും വരുന്നുണ്ട്, പിന്നെ പഠിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു ഗവൺമെൻറ് ജോലി, ചെറിയൊരു യോഗ്യതാനും ഒരു ഗവൺമെൻറ് ജോലി പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഇതുവരെ ലോകത്തെവിടെയും കേൾക്കാത്തൊരു കഥയാണ് എൻ്റെ. പക്ഷേ വേറെ അനിഷ്ടങ്ങളൊന്നും വലിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രേ പറയാനുള്ളൂ. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആദ്യത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ ഈ കഥ, എൻ്റെ കഥ നിങ്ങളുടെ കഥ എന്ന ഈ ശീർഷകം തുടരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ശശിധരൻസ് വ്ലോഗിൻ്റെ നന്ദി, നമസ്കാരം. സപ്പോർട്ട് ചെയ്യണമേ ശശിധരൻസ് വ്ലോഗിനെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.